ഞങ്ങളെ ക്യാപ്റ്റനെ നമ്മളിപ്പോ അത് ഊരവേദന എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. നമ്മളെ നാടൻ ഭാഷയില് ഊരവേദന എന്ന് പറഞ്ഞാൽ എന്താ? നടുവേദന. അത് ഇനിയിപ്പൊ അതും പറഞ്ഞാണ്ട് വരണ്ട. അല്ല എന്നിപ്പോ ഇജ്ജ് പറയുന്ന പറയും, നമ്മൾ ഇജ്ജ് പറയുന്ന പറഞ്ഞാല് വേറെ ഉള്ളവർക്ക് അത് വേറെയാണ്. നമ്മൾ ഇവിടുത്തെ നമ്മക്ക് അറിയണ ഭാഷ പറയണം, അല്ലാതെ ഇപ്പൊ അത് ഇതിലൊന്നും കാര്യമില്ല. നിങ്ങൾ ക്യാപ്റ്റൻ ഒന്നും ഉണ്ടാ ഇല്ലാന്ന് അതാ പറയാം. മുപ്പർക്ക് ഊരവേദനയാണ്, മുപ്പര് ഇന്ന് ഉണ്ടാവൂലെന്ന് കേൾക്കണം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ജയിക്കും. ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഊർജ്ജ സ്വലതയില് ടോപ്പ് 4 സ്ഥാനം സിമെന്റ് ഇട്ടാണ് ഉറപ്പിക്കും. എന്ത് അതേ കാര്യം കഴിഞ്ഞ 4 കളി നിങ്ങൾ തോറ്റേ. അതൊന്നും ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തോറ്റല്ലേ. 3 കളി നോക്കുക, നിങ്ങൾ എന്താ ചെയ്തേ? 3 തോറ്റു. ഞങ്ങൾ 1 കളി ജയിച്ച്. വേണ്ട അവസാനം കളിച്ച് 2 കളി നോക്കുക, ഞങ്ങൾ 1 കളി ജയിച്ചു 1 കളി തോറ്റ്. നിങ്ങളോ തോറ്റ് തോറ്റ് തന്നതാണ്. 4 തോൽക്കല്. അത് ഞങ്ങളെ കുറവുകൾ എന്തൊക്കെയാന്ന് അറിയണ്ടേ? ഫൈനലിലേക്ക് എത്തുമ്പോത്തിന് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം കൂടുന്നെന്ന് പറഞ്ഞ പോലെ നിങ്ങളെ പരീക്ഷണം കുറച്ച് കൂടും. പരീക്ഷണം നടത്തിയതാണേ, അപ്പോഴല്ലേ നമുക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങള് ഫുള്ള് ഇങ്ങനെ ജയിച്ചേക്കാണ്ട ഫൈനലിന് അതുകൊണ്ട് അതല്ല, ഇന്ന് ജയിക്കുന്നു ഈസി ആയിട്ട് ഞങ്ങള് ടോപ്പ് 4 സ്ഥാനം ഉറപ്പിക്കും. ഇങ്ങനത്തെ ഘട്ടങ്ങളൊന്നും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് പരിചയമില്ല. നിങ്ങൾ ഒരിക്കലും കപ്പെടുത്തില്ലല്ലോ. 5 കപ്പുള്ള ഞങ്ങൾക്കല്ലേ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയുള്ളൂ. ഒരിക്കലും കപ്പെടുക്കാത്ത ടീം കഴിഞ്ഞ കൊല്ലം എടുത്തില്ലേ? പിന്നെ ഞങ്ങൾക്ക് എടുത്തൂടാ ഈ പ്രാവശ്യം. ഞങ്ങൾ തോളോട് തോൾ നിൽക്കുന്ന ഒരാളവിടെ ഉണ്ട്. അയ്യർക്ക് കറക്റ്റ് സ്ഥാനം കിട്ടാത്തോണ്ട് അങ്ങനെ പൊക്കി പറയണില്ല. അയ്യര് കപ്പ് മറ്റേ കേരള ആയപ്പെടുത്ത്, അല്ലാതെ നിങ്ങളവിടെ വന്നുകൊണ്ട് ആരെയും കപ്പ് എടുക്കോ? ഇന്ത്യൻ ടീമിൽ കറക്റ്റ് മൂപ്പർക്ക് അർഹമായ സ്ഥാനം കിട്ടാത്തോണ്ടുള്ള പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പൊ മൂപ്പര് എവിടെ എത്തേണ്ട ആളാണ്. മൂപ്പര് എവിടെ എത്തൂല. നിങ്ങൾ ടീമിലാകുന്നിടത്തോളം കാര്യം ഒപ്പെടുത്ത് ഇവിടെ ഞാൻ എടുക്കൂല. കഴിഞ്ഞ് അതെന്താ? ഞങ്ങൾക്ക് നല്ല കോച്ച് ഉണ്ട്, മൈറ്റി കോച്ച്. അതെ അതെ, പിന്നെ അതന്നെ നിങ്ങളെ പ്രശ്നം. T20 മൈറ്റി ഒന്നുമല്ല. വേൾഡ് കപ്പിലൊക്കെ കണ്ടില്ലേ, ഒന്നുമല്ല. ലാസ്റ്റ് 4 കളിന്റെ മുമ്പ് അങ്ങനെ പറച്ചില്ലല്ലോ. അതെ, ഞങ്ങൾ ജയിച്ചുകൊണ്ട് അങ്ങനെ വരും. ഞങ്ങൾക്ക് അറിയുന്നു ഇതൊക്കെ ഒരു ഓന്തോടി എവിടെ വരെയെന്നുള്ളൊരു ഇതില്ലേ, ഒരു എന്താ വാഞ്ചൊല്ലില്ലേ, അത് ഞങ്ങൾക്ക് അറിയാം. അത്ര PBKS പോയാ ഇവിടെ വരെ. അപ്പൊക്കൊന്നും എന്തായാലും ഇപ്രാവശ്യം ഉണ്ടല്ലോ ആ ഒരു ഇതുണ്ടല്ലോ, ശാപം ഉണ്ടല്ലോ, അതാണ് തീർക്കും ഞങ്ങള്. അതാണ് വളരെ ഈസി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ആകെ ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഇവിടെ എത്തൂല. ഞങ്ങൾക്ക് ഒന്ന് ഉസാറാക്കിയാണ്ട് നല്ല അടിപൊളി അടിച്ചു. ഒന്ന് ഹിറ്റ് ബാന് റിക്കിൾട്ടൺ ആണെങ്കിൽ റിക്കിൾട്ട്, അല്ലെങ്കിൽ ക്യൂഡിക്ക് ആണെങ്കിൽ ക്യൂഡിക്ക് എന്നാണ്. അപ്പൊ പരിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ സൂര്യക്കൊന്നും ഉസാറാവണ്ടേണ്ട. മൂപ്പർക്ക് പലപ്പോഴും ആ ബബിൾ കത്തിന്റെ പോലും ഉള്ള അവസരം കിട്ടില്ല എന്നൊരു പരാതി. അത് ഇന്ന് തീർക്കും. ഇന്നൊരു പെട്ടി ഇന്ന് അത് മൊത്തം അവിടുന്ന് ചൂയിങ്ങം കഴിച്ചിട്ട് പിന്നാലെ തിലക് വർമ്മന്റെ ഒരു അടി. അങ്ങനെ എന്തൊക്കെ ടീമിലുണ്ട്, അതൊന്നും ഗ്രൗണ്ടിൽ കണ്ടിട്ടില്ല. ഞങ്ങളെ ചെക്കന്മാര് പ്രയാൻഷാന് വിക്കറ്റ് ഇല്ലാന്നുള്ള പ്രശ്നം തീർക്കും. ഹാട്രിക് ഉണ്ടാവും. അല്ല, നിങ്ങൾ ടീം പ്രപ്സിമ്രാനൊക്കെ പറ്റി എന്തൊക്കെയോ വരുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും നീ പറഞ്ഞു കളിയിൽ യാതൊരുവിധ ശ്രദ്ധയില്ലാന്നും വെയിറ്റ് കൂടിയെന്നോ എന്തൊക്കെയോ പറയണേ. നമ്മളിപ്പോ അങ്ങനത്തെ ഷോസ് ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അല്ല, ഇപ്പൊ കളി ഇല്ലല്ലോ, അപ്പൊ ഈ വെയിറ്റ് കൂടി മറ്റേ ട്രെയിനിങ്ങിന് മടി എന്നൊക്കെ കേൾക്കണേ, നമുക്കറിയില്ല. പ്രീതിസിന്റെ തന്നെ കുറെ പരാതികളുമായി ടീമിന്റെ പോക്ക് ശരിയല്ല എന്ന് പറയണെന്നും കേൾക്കണം. തോൽക്കുമ്പോ അങ്ങനെ ഓരോന്ന് അടിച്ചുവിടും. 4 കളി തോൽക്കുമ്പോ അങ്ങനെ അടിച്ചുവിടും. ജയിക്കുമ്പോ എല്ലാവരും പൊക്കി അങ്ങോട്ട് അഹങ്കരിക്കുക, അർമാദിക്കുക എന്തൊക്കെയോ ചെയ്ത് ആ ചെയ്തോടുകൂടി പരിപാടി പോയി. നിങ്ങൾക്ക് നിങ്ങളെ ബേസിക് ഫോക്കസ് മിസ്സായിക്കണം. ഇനിയിപ്പോ അവസാന നിമിഷങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഫോക്കസ് അതാണ് ഞാൻ പറഞ്ഞത്. ഫോക്കസിന്റെ കാര്യം പറയുന്ന ആൾക്കാർക്ക് എന്ത് ഫോക്കസ് ആണ്? ഓൾറെഡി മൊത്തം പുറത്തം വിട്ട് നിങ്ങൾ ക്യാബിൽ നിറച്ച് കപ്പുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഫോക്കസ് പോകാൻ പാടില്ല. ഞങ്ങളെ ക്യാപ്റ്റന്റെ ഫോക്കസ് എടുക്കും പോവില്ല. അത് കണ്ടോളി, ഫോക്കസ് ആ കപ്പിലാണ്. ഹർഷ്ദീപിന്റെ ഫോക്കസ് എവിടെയൊക്കെ പോയി എന്നും പറഞ്ഞാണ്ട് വെറും പ്രശ്നമായിരുന്നത്. ഇനി പാടില്ലാന്നോ എന്തൊക്കെയോ ഫോക്കസിനെ പറ്റി പലതും കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടിയായിട്ട് വല്ലാത്ത അവസ്ഥയില്ല. ഞങ്ങള് ക്യാപ്റ്റനെ ഞങ്ങൾ സൈഡിൽ ആക്കിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വക പ്രശ്നങ്ങൾ നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിക്കോളി.